ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ലിവിയിലേക്ക് പോകുന്ന വഴിയിലാണ്. റെസ്റ്റ് ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുകയാണ്. നമ്മുടെ ഡ്രൈവർക്ക് ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞു. ഡ്രൈവർ സാധാരണ ഫ്ലൈറ്റൊക്കെ എടുക്കുന്ന ആളാണ്, പക്ഷേ നമ്മൾ നിർബന്ധിച്ചത് കൊണ്ട് ഈ ഒരു വണ്ടി എടുക്കുന്നതാണ്. നല്ല തണുപ്പുണ്ട്, തണുത്ത കാറ്റ് പുറത്തടിക്കുന്നത്. ഹാരിസ് ഓണറ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഞാൻ ഹാരിസ് അബ്ദുള്ള. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ലിവയിലേക്കാണ്. ലിവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബുദാബിയുടെ അതുപോലെ തന്നെ UAEയുടെയും സൗദിയുടെയും ബോർഡർ. അത് അബുദാബിയിലാണ്. ഈ ലിവ അബുദാബിൻ്റെ ഇതിൽപ്പെട്ട സ്ഥലമാണ് ലിവ. അപ്പം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലിവയിൽ നിന്ന് അവിടെ വളരെ ആവേശകരമായിട്ടുള്ള ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. കാർ റേസിങ് ലിവ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ സംഭവം നടക്കുകയാണ്. അത് 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അത് ജനുവരി 3 വരെ ഉള്ളൂ. അപ്പോൾ ഏതായാലും ന്യൂ ഇയർ ആഘോഷവും കൂടി അവിടെ ആഘോഷിക്കാം എന്ന ഉദ്ദേശത്തിൽ നമ്മുടെ എല്ലാവരും ഇപ്പോൾ ഇവിടെ വിട്ടിട്ടുള്ളത്. ഇന്ന് രാത്രി ന്യൂ ഇയർ ആഘോഷം തീർച്ചയായിട്ടും ലിവയിൽ വെച്ചിട്ടായിരിക്കും. അതിനുള്ള എന്താ പറയുക, താമസിക്കാനുള്ള ടെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. ഇതാണ് ഫെസ്റ്റിവൽ. ലിവ ഫെസ്റ്റിവൽ വളരെ വർഷത്തിൽ ഉണ്ടാവാറുള്ളതാണ്. 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു പരിപാടിയാണ്. ഫെസ്റ്റിവലിൻ്റെ അകത്തേക്ക് ഉള്ള പ്രവേശന ഫീസ് 25 ദിർഹംസാണ് പെർ ഹെഡിന് അവർ ചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പം കയറി കഴിഞ്ഞാൽ എന്തായാലും ഒരുപാട് കാണാനും ഉള്ള സംഭവം തന്നെയാണ്. നമുക്ക് ഏതായാലും ഈ കാർ റേസിംഗ് കൂടി ഇതിൽപ്പെട്ട ഒരു സംഭവമാണ്. അതൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കണ്ടില്ല എത്ര വണ്ടികളാണ് തെലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നത്. ലിവ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ എന്നും അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ലിവ മോറി ബിഡ്യൂൺ എന്ന പേരും കൂടി ഇതിനുണ്ട്. അപ്പോൾ ഡിസംബർ അവസാനം മുതൽ ജനുവരി 1 വരെയാണ് ഇത് എല്ലാ വർഷവും നടന്നു വരുന്നത്. ഡ്രൈവിംഗ് ലഹരിയായവർക്ക് ഉള്ള പ്രത്യേകിച്ച് ഒരു മോട്ടോർ സ്പോർട്സ് ഫെസ്റ്റിവലാണ് ഇത് അബുദാബിയിൽ നടക്കുന്നത്. അബുദാബിയിൽ, അതായത് സൗദി അബുദാബി ബോർഡറായിട്ടുള്ള ലിവയിലാണ് ഇത് സംഭവം. അങ്ങനെ കാർ റേസും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഏതായാലും നമുക്ക് ആളുകൾ നല്ല തിരക്കുണ്ട്. താച്ചാനുള്ള സ്ഥലം കൂടി കണ്ടെത്തണ്ടേ. എല്ലായിടത്തും ഫുള്ളാണ് ടെൻ്റ് അടിക്കുന്നത്. അങ്ങനെ അവസാനം നമ്മളൊരു സ്ഥലം കണ്ടെത്തി. അപ്പം അവിടെ ടെൻ്റെല്ലാം അടിക്കാനുള്ള തയ്യാറെടുപ്പിൽ, അടിച്ച് തുടങ്ങിയിരിക്കുന്നു. 2 ടെൻ്റ് നമ്മളിത് കയ്യിലുള്ളത്. അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി, അതുപോലെ തന്നെ ഭക്ഷണങ്ങളും കാര്യങ്ങളും ചൂടാക്കാനും കഴിക്കാനും ഉണ്ടാക്കാനൊക്കെ ഉള്ള സംഭവമെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മളെ ബെഡ് സെറ്റാക്കാണ്. അതിൻ്റെ അകത്ത് വെച്ചിട്ട് കാറ്റടിക്കുന്നേ. ഫോട്ടോ എടുത്തിട്ട് അപ്പൊ എന്തായാലും ഏത് ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞാലും വെടിക്കെട്ടുകളുടെ മാലപ്പെട്ട ഫോട്ടോ എടുക്കുക. നമ്മുടെ കൂടാരത്തിന് മുന്നിൽ കൊണ്ട് ആസ്വദിക്കുകയാണ്. അത് ഭയങ്കര രസമല്ലേ? അല്ല ലോണല്ലേ, ലോണ് കൊണ്ട് ആകാശത്തിൽ അലങ്കാരം നല്ല ഫോട്ടോ എടുത്താ. Happy New Year.
2026 കടക്കുമ്പോൾ നമ്മൾ ലിവയിൽ വന്ന് 2026 പൊൻ പുലരിയിലാണ് നമ്മളുള്ളത്. പുതിയൊരു വർഷം 2026. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വർഷങ്ങളാവട്ടെ 2026 എന്ന് ആശംസിക്കുന്നു. മറ്റൊന്ന്, ലോകം മുഴുവനും ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയതായിരുന്നു 2025. തീർച്ചയായും വരും വർഷങ്ങളും വരും ദിനങ്ങളും ദിവസങ്ങളൊക്കെ ഈ വർഷങ്ങളിലെ നമുക്കൊക്കെ സന്തോഷത്തിൻ്റെയും പൂത്തിരി കത്തട്ടെ എന്ന് ആശംസിക്കാം. എല്ലാവരും കൂടാരത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇനി എൻ്റെ തലയായിരുന്നു ആദ്യം പുറത്തേക്ക് വന്നത്. ഞാനൊന്ന് പോയി തൊട്ടടുത്ത് തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒന്ന് ഫ്രഷായി. അപ്പോൾ ഇനി ചായ എന്തെങ്കിലും ഉണ്ടാക്കണം. രാവിലെ തന്നെ ഒന്ന് ചെറുതായിട്ട് നല്ല തണുപ്പുണ്ട്, അപ്പോൾ ചെറുതായിട്ടൊന്ന് ശരീരത്തിനൊന്ന് ചൂടാക്കണം. പുലരിപ്പൂഞ്ചിരിയാൽ പുളകങ്ങൾ ചാർത്തും പൂമംഗമീ ഹാജിറ. ഫുള്ളായി പാടിക്കഴിഞ്ഞാലേ ചിലപ്പം ചെരുപ്പേറിയിട്ട് പോകും. അതുകൊണ്ട് തൽക്കാലം നമ്മളിത് ആൾക്കാർ ഒരുപാട് ആളുകൾ പോയി കേട്ടോ. നമ്മളിന്ന് രാത്രി നല്ല എല്ലാവരും ടെൻ്റൊക്കെ അടുത്തടുത്ത് നിറച്ചും ടെൻ്റ് ഉണ്ടായിരുന്നു. ആളുകൾക്ക് രാവിലെ ഓരോന്ന് പുറപ്പെട്ടു പൊട്ടും തോന്നും. ഏതായാലും ടെൻറ്റ് വാങ്ങിയ പൈസ മുതലായി. ഒരുപാട് നമ്മൾ യാത്ര ചെയ്ത് ഒരുപാട് സ്ഥലങ്ങൾ നമ്മിട്ടാണ് ടെൻ്റ് അടിച്ചു. ടെൻ്റ് അടുത്തടുത്ത് വെക്കുകയും ചെയ്തു. എന്നിട്ട് വണ്ടി അതിന് ക്രോസ് ചെയ്തിട്ടു, സെൻറ്ററിലൊരു പായ ഇട്ടു. എന്ത് രസമായിരുന്നു അറിയാം, രാത്രി ഇരുന്ന് കുശലം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ. നിലാവുള്ള രാത്രികളിൽ ഇങ്ങനെ ഇരുന്ന് സുലൈമാനിയുടെ എന്താ പറയുക രുചിയൊന്ന് കയറുന്നു പറഞ്ഞിരിക്കാൻ നല്ല രസമായിരുന്നു രാത്രി. സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല, എല്ലാവരും എന്തൊക്കെയോ സംസാരത്തിൻ്റെ തിരക്കിലായിപ്പോയി. അങ്ങനെ നമ്മുടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടെൻ്റൊക്കെ എടുത്ത് കേൾക്കേണ്ട പരിപാടിയാണ്. വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ടെൻ്റാട്ടിയത്. നമ്മൾ മുമ്പ് വാങ്ങിച്ചിരുന്ന കുറേ പ്രയാസമായിരുന്നു. ഇത് നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഫോൾഡ് ചെയ്ത് പാക്കിങ് പിടിക്കടാ ഒരു സൈഡ്. പക്ഷെ അത് ഫോൾഡ് ചെയ്യുന്ന കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അടുത്തുനിന്നില്ല, അത് പൊട്ടിയിട്ട് പോകും. അങ്ങനെ ഉടനെ നമ്മുടെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഫുജേറിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു ഡാമേജ് വന്ന് നമുക്ക് കളയേണ്ടി വന്നു. ചെറിയൊരു ഇതിൽ നിൽക്കുന്നതാണ്, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. നമ്മൾ ഈ കുറേ യാത്ര ചെയ്തപ്പോഴൊക്കെ ഹോട്ടലിൽ റൂമിൻ്റെ പൈസ നമുക്ക് കുറേ ലാഭം കിട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ടെൻ്റ് ഉള്ളത് കാരണം. പിന്നെ എല്ലായിടത്തും ടെൻ്റ് അടിക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വയലിൽ ചെറിയ അനുവദിക്കപ്പെട്ട സ്ഥലമുണ്ട്, അവിടെ മാത്രമേ ടെൻറ്റിന് അനുവാദമുള്ളൂ, അടിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ വലിയൊരു പൈസ ഫൈൻ കൊടുക്കേണ്ടി വരും. അപ്പം യാത്ര ചെയ്യുന്നവർ ഇതുപോലെ ട്രാവലൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഈ തണുപ്പ് കാലത്ത് മാത്രമേ നമുക്ക് ഇതുകൊണ്ട് ഉപയോഗമുള്ളൂ. ചൂട് കാലത്ത് നമുക്കിതൊന്നും വെച്ചിട്ട് എവിടെ പോയി ഇരിക്കാനോ ടെൻ്റ് അടിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഈ സമയത്ത് നല്ലോണം അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് പല ഭാഗത്തും. അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ ടെൻറ്റ് വിൽപ്പനയുണ്ട്, പഴയതിനേക്കാളും കൂടുതൽ വിൽപ്പനയുണ്ട്. തിരിച്ച് അബുദാബിയിലേക്ക് ഒരു 2.5-3 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഈ വീഡിയോ വേണ്ടപ്പോഴാണ്. മറ്റൊരു വീഡിയോ നിങ്ങളേക്ക് മുന്നിലേക്ക് വരുന്നവരെ ഞാൻ ഹാരിസ് അബ്ദുള്ള.